ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിൽ സാർ. അപ്പോൾ നമ്മൾ പ്രാവശ്യം റിവ്യൂ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു തെലുങ്ക് സീരീസാണ്. ബൃന്ദ എന്നാണ് മൂവിയുടെ പേര്. സീരീസിനെ കുറിച്ച് പറയുമ്പോൾ സോണി ലൈവ് റിലീസ് ചെയ്ത 8 എപ്പിസോഡ് ഇറങ്ങുന്ന സീരീസാണ്. സൂരജ് മനോജ് വെങ്കലയാണ് ഇതിന് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. കാശ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ബ്യൂട്ടി ക്യൂനായ തൃഷ കൃഷ്ണൻ, ഇന്ദ്രജിത് കുമാരൻ തുടങ്ങിയിരിക്കുന്ന പ്രധാനമായും കാസ്റ്റിംഗായി വന്നിട്ടുള്ളത്. ഒരു തെലുങ്ക് കൂടാതെ മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി ഭാഷകളൊക്കെ ചിത്രം ലഭ്യമാണ്. ഞാൻ മലയാളം, തമിഴ് കൂടിയിട്ടുള്ളതാണ് കണ്ടത്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി മേക്കിംഗ് നിലനിർത്തുന്ന ചിത്രം തന്നെയാണ് ബൃന്ദ എന്ന് പറയുന്ന ഒരു സീരീസ്. കാരണം അതിൻ്റെ ഒരു മികവ് തുടക്കം തൊട്ട് ഒടുക്കം വരെയും കാണാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ബൃന്ദയെക്കുറിച്ച് പറയുമ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു 8 എപ്പിസോഡാണുള്ളത്. അതിലൊന്നാമത്തെ എപ്പിസോഡിൽ എന്താണ് ആ ക്യാരക്ടറുള്ള കഥാപാത്രമായി കാണിക്കുന്നുണ്ട്. അതായത് ഒരു പഴയൊരു കാലഘട്ടം കാണിക്കുന്നു. അവിടെ കുട്ടി ഒളിച്ചു കളിക്കുന്ന ഭാഗമാണ് കാണിച്ചിട്ടുള്ളത്. അവിടെ ഒരു ബ്രദറിനെ കാണിക്കുന്നു. അവിടെ നിന്ന് ബ്രദർ ബോധം കെട്ട് വീഴുന്നൊരു ഭാഗമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷെ അതൊരു അഭിനയമായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു ആ സിസ്റ്ററും ബ്രദറും തമ്മിൽ എത്രമാത്രം ഇമോഷണൽ കണക്റ്റിംഗ് ആണെന്നുള്ളൊരു ഭാഗം അവിടെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞൊരു നാട് കാണിക്കുന്നു. ആ നാട്ടിലെ ഒരുപാട് വിശ്വാസങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതായത് നമ്മുടെ ഈ ബലിതർപ്പണം കാര്യങ്ങളൊക്കെ ഏതൊരു പഴയൊരു നാട് കാണിക്കുന്നു. ആ നാട്ടിൽ ഫുള്ള് ഒരു ശാപമോശം കിട്ടിയ അല്ലെങ്കിൽ ശാപം കിട്ടിയ നാടാണെന്ന് പറയുന്നു. കാരണം ഇവിടെ ഇനി വളർച്ച വരുന്നു, ഇനി ഇവിടെ ആരും രക്ഷപ്പെടില്ല, ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നു പറയുന്നു. അങ്ങനെ അവിടുത്തെ ഒരു എന്താ പറയുക, ഒരു മന്ത്രവാദി അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി പറയുകയാണ് ഈ ഒരു കുട്ടിയെ ബലിതർപ്പണം ചെയ്യണമെന്ന് പറയുകയാണ് ഒന്നാമത്തെ എപ്പിസോഡിൽ. അതിൽ നിന്നും അതിന് രക്ഷപ്പെട്ട് ഓടുന്നു. അവർക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഒന്നാം ഭാഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബൃന്ദ എന്ന് പറയുന്ന ഈ കഥാപാത്രമായി നമ്മുടെ തൃഷ കൃഷ്ണയാണ്. അപ്പോൾ അദ്ദേഹം പിന്നീട് ആ വ്യക്തി ഒരു പോലീസുകാരി കൂടിയായിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അവർ ഓർമ്മകൾ ഈ വേട്ടയാടുന്നുണ്ട്. എന്താണ് അവരുടെ സംഭവം എന്ന് അവർക്ക് അറിയില്ല. കാരണം അവർ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന ഭാഗമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് രണ്ടാമത്തെ എപ്പിസോഡിൽ ഒരു കൊലപാതകം നടക്കുന്നു. അപ്പോൾ ഈ പോലീസുമായിട്ട് ഒരു ലേഡി ഓഫീസർ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും എന്താ പറയുക ആക്ഷേപം അല്ലെങ്കിൽ എവിടെയും പരിഗണിക്കാതെ വരുന്നു, മിണ്ടാതെ ഒരു ഭാഗത്തിരുന്നാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർക്കൊരു എന്താ പറയുക ഒരു ഒതുങ്ങാൻ തയ്യാറാവാത്ത ഒരു ഭാഗം വെച്ച് കഴിഞ്ഞാൽ തനിക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി, തൻ്റെ ജോലി എന്താണെന്നൊക്കെ. അങ്ങനെ ആ ക്യൂരിയോസിൻ്റെ ഒരു കൊലപാതകം നടക്കുന്നു. അതായത് ഈ ചാക്കി കെട്ടി കനാലിൽ കൊണ്ട് ഒരു കൊലപാതകം നടക്കുന്നു രണ്ടാമത്തെ എപ്പിസോഡിൽ. അപ്പോൾ അത് അന്വേഷിച്ച് മുന്നോട്ട് ഇറങ്ങുന്നു. അങ്ങനെയാണ് ഒരു സീരിയൽ കില്ലർ ഉണ്ടെന്ന് ഇറങ്ങുന്നത്. സീരിയൽ കില്ലർ പക്ഷി വെച്ച് ഒത്തിക്കൊല്ലുന്നതാണ് ആളുടെ പരിപാടി. അങ്ങനെയാണ് രണ്ടാമത്തെ എപ്പിസോഡ്. മൂന്നാമത്തെ എപ്പിസോഡിൽ വീണ്ടും കൊലപാതകം നടക്കുന്നു. അങ്ങനെ ഇത് കുറച്ചും കൂടി ഓരോ എപ്പിസോഡ് കൂടുന്നതോറും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി കൊടുന്നു വരുന്നുണ്ട്. പുതിയ പുതിയ കഥാപാത്രങ്ങൾ വരുന്നു, പുതിയ പുതിയ സംഭവവികാസം നടക്കുന്നു, പുതിയ പുതിയ അറിവുകൾ തരുന്നു. അപ്പോൾ ഇവരുടെ പ്രകടനത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. കാരണം നമ്മുടെ 5ാമത്തെ എപ്പിസോഡൊക്കെ എത്തുമ്പോൾ ഇന്ദ്രജിത് കുമാറിൻ്റെ ഒരു ഇൻട്രോ ആയിട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹം അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ തന്നെയാണ് പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത്. കാരണം ആ കഥാപാത്രം അത്രയേറെ ഒരു ബിൽഡപ്പ് കൊടുക്കാൻ അല്ലെങ്കിൽ ആവശ്യം ഉണ്ട്, പ്രസൻസ് ആവശ്യം തന്നെ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം മികച്ച രീതിയിൽ തന്നെയാണ് ബൃന്ദയിൽ ആക്ടിങ് ചെയ്തിട്ടുള്ളത്. ഒരു അത്യാവശ്യം എന്താ പറയുക സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള കഥാപാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സബ്ജക്റ്റിൽ ടോട്ടലി നോക്കുക വെച്ചാൽ നമ്മൾ ഈ അന്ധവിശ്വാസങ്ങളൊക്കെ ആയിട്ട് വിശ്വാസം കൂട്ടിക്കലർത്തുമ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് തന്നെയാണ്. അതായത് കൂടുതൽ ഈ അമ്പലത്തിലേക്ക് പോകുന്ന വ്യക്തികൾ അല്ലെങ്കിൽ താൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന വ്യക്തികൾ, അതിനെതിരെ ദൈവമില്ല എന്ന് പറയുന്ന വ്യക്തികൾ. കാരണം ദൈവമുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികളെ കൊല്ലുന്നതാണ് നമ്മുടെ ഈ 2 വ്യക്തികളും സൈക്കോ കില്ലറുടെ ഡ്യൂട്ടി ആയിട്ട് വന്നിട്ടുള്ളത്. ഇവർ വേറെ ഒന്നുമില്ല, അവരെ തട്ടിക്കൊണ്ട് പോയിട്ട് അവരെ ടോർച്ചർ ചെയ്യുന്നു, മുട്ടടിച്ച് ടോർച്ചർ ചെയ്യുന്നു. എന്നിട്ട് അവിടെ കുത്തി ഒരു പക്ഷിയുണ്ട് ഇവർക്ക്. ആ പക്ഷി തിന്നിട്ട കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു ഹോൾ വരുമ്പോഴാണ് ഇവർ അന്വേഷിച്ചത് പക്ഷിയെ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്ന ഭാഗമൊക്കെ അന്വേഷിച്ചത്. അത് വ്യക്തമാക്കി പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പല നാടുകൾ നടക്കുന്നുണ്ട്. വിശ്വാസങ്ങൾ നടക്കുന്നുണ്ട്, അന്ധവിശ്വാസം നടക്കുന്നുണ്ട്. ഈ വിശ്വാസത്തിൻ്റെ പേരിൽ ഒരുപാട് മനുഷ്യർ തമ്മിൽ തല്ലുന്നു. അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ അവരാർക്കും ശല്യമില്ലാതെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ വിശ്വാസമില്ലാത്തവരും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. കാരണം ഇതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ദൈവമുണ്ടെന്ന് പറഞ്ഞ് ഓരോന്ന് ചെയ്യുന്നതും അതും തെറ്റാണ്, ദൈവമില്ല എന്ന് പറഞ്ഞ് നടന്നിട്ട് ഓരോന്നും ചെയ്യുന്നു അതും തെറ്റാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക നമുക്ക് ആരുടെയും ജീവൻ എടുക്കാനുള്ള അവകാശമോ കാര്യങ്ങളൊന്നും ഇല്ല എന്നും കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. കാരണം ഇതിൽ ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്യുന്ന ഭാഗമായി കാണിക്കുന്നു. ബസ് അപകടം, ബോട്ട് അപകടം, അതായത് ഭക്ഷണത്തിലെ അപകടം, കുറേ കുട്ടികൾ മരിക്കുന്ന ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം വയലൻസിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും വലിയ പോസിറ്റീവായി തോന്നി തൃഷ കൃഷ്ണൻ എന്ന് പറയുന്ന നടിയുടെ മികച്ചൊരു പ്രകടനം തന്നെയാണ്. കാരണം അവരെ തമിഴ് എടുത്തു നോക്കിയാലും അതുപോലെ തന്നെ തെലുങ്ക് ഭാഷയാണ്, മലയാളമാണെങ്കിലും ഡബിങ്ങൊക്കെ
നല്ലൊരു ക്വാളിറ്റി വൈസിൽ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇന്ദ്രജിത്കുമാർ എടുത്തു പറയണം, മികച്ചൊരു പടം തന്നെയാണ്. കാരണം ഈ രണ്ട് വ്യക്തികളും തമ്മിലാണ് ഉള്ള ഒരു സീൻസും കാര്യങ്ങളും, അല്ലെങ്കിൽ ഇന്ദ്രജിത്തിൻ്റെ ഒരു കുറച്ച് സീൻസൊക്കെ പ്രസൻസൊക്കെ വരുന്നുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ. അവസാന ഭാഗത്ത് കണ്ടുപോകാൻ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ഗ്യാങ് നിൽക്കുന്ന പോലൊക്കെ അവർക്കൊരു പ്രൊട്ടക്റ്റ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട മോട്ടിവേഷൻ അല്ലെങ്കിൽ താൻ ചെയ്ത കാര്യം എന്താണെന്ന് പറയാനുള്ള ഒരു ധൈര്യം കാര്യങ്ങളൊക്കെ ആ മുഖത്ത് തന്നെ കാണിക്കുന്നുണ്ട്. ഒട്ടും തന്നെ മടുപ്പിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ സ്പേസ് കൊടുത്ത ഭാഗങ്ങളൊക്കെ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തെ വരുന്നുണ്ട്. ആ വ്യക്തിയും അത്യാവശ്യം നല്ലൊരു കഥാപാത്രം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ വ്യക്തികളും അതുപോലെ തന്നെ കൃഷ്ണയുടെ കൂടെ പോലീസായി വർക്ക് ചെയ്തിട്ടുള്ള ആ വ്യക്തിയും, അതുപോലെ തന്നെ ഇതിൽ എസ് ഐ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു കോമഡിയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം മികച്ച് തന്നെ ചെയ്തു. ഓൾ ഓവർ എന്താ പറയുക, എല്ലാ കഥാപാത്രങ്ങളും തനിക്ക് കൊടുത്തുള്ള സ്പേസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വ്യക്തമായ രീതിയിൽ തന്നെയാണ് ബൃന്ദയിൽ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ബൃന്ദയുടെ മറ്റൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു ലാഗ് തന്നെയാണ്. ഞാൻ പറഞ്ഞത് 8 എപ്പിസോഡ് ഉണ്ടായിരുന്നു. 8 എപ്പിസോഡിൽ ഏകദേശം ഒരു 5 എപ്പിസോഡോ 6 എപ്പിസോഡോ നിർത്തുക നമുക്ക് ഇത്ര ലാഗ് തോന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചില ഭാഗത്ത് അങ്ങനെ മടുപ്പിക്കൽ തോന്നുന്നുണ്ട്. കാരണം ഇതിൽ തുടക്കം ഒന്നാമത്തെ എപ്പിസോഡ് 2, 3, 4 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുമെങ്കിലും ഓരോ എപ്പിസോഡ് കാണുമ്പോൾ നമുക്കൊരു ഭയം തോന്നുന്നു, അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി, എന്താണ് സംഭവിക്കുക, എന്താണ് എനിക്കതിന് പിന്നിലെന്നൊരു തോന്നലുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കാര്യങ്ങളും മോട്ടീവൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ പിന്നീട് അങ്ങോട്ട് ഒരു വലിച്ചിലാണ് അനുഭവപ്പെടുന്നത്. ചില കാർക്ക് വ്യക്തമായി തന്നെ വ്യക്തത കാര്യങ്ങളൊന്നും നൽകുന്നില്ല. അതൊരു മറ്റൊരു പോരായ്മ എനിക്ക് തോന്നി. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 എപ്പിസോഡൊക്കെ ആഴ്ചയിലും വലിയൊരു കുഴപ്പമില്ലാത്തൊരു പോലെ തോന്നി. മറ്റൊരു പ്രത്യേകത പക്ഷിയെ കൊണ്ട് കൊത്തിക്കൊലിപ്പിക്കുന്ന രീതി, അതൊന്നും ഒഴിവാക്കാമായിരുന്നു. കാരണം അത് അവിടുത്തെ ദൈവത്തിൻ്റെ പ്രതീകമാണെന്നൊക്കെ പറയുന്നുണ്ട് ഇതിൽ ചിലർ ഭാഗത്തൊക്കെ ആയിട്ട്. അത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഒരു പക്ഷിയെ കൊണ്ട് കൊല്ലിപ്പിക്കുന്ന ഒരു പക്ഷിയാചാര കഥ തന്നെയാണ് നമ്മുടെ ബൃന്ദ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു പക്ഷി എന്നുള്ള ചോദ്യം നമ്മൾ തമ്മിൽ കൊടുത്തപ്പോൾ തന്നെ പക്ഷിയുണ്ട് പക്ഷേ എന്നുള്ള ചോദ്യം പക്ഷി എന്ന് പറയുന്ന കാര്യത്തിൽ ചോദിച്ച കാര്യമൊന്നുമില്ല, ലെങ്ത്തിൻ്റെ കാര്യം തന്നെയാണ്. പക്ഷെ ലെങ്ത്തിന് ചില ഭാഗത്തൊക്കെ മറികടക്കാൻ ഇതിൽ വരുന്ന ഒരു ബാഡ് സ്കോറും പശ്ചാത്തലമായി വരുന്ന പ്രകടനം കാര്യങ്ങളൊക്കെ ഓക്കെ ലെവൽ തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. എങ്ങനെയാണ് തോന്നി. പക്ഷേ എനിക്ക് ഏതോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 6 എപ്പിസോഡൊക്കെ അതിലേക്ക് ഭയങ്കരമായി മടുപ്പ് അനുഭവപ്പെട്ടു. കാരണം ഇതിൻ്റെ ലാഗ് തന്നെയാണ്. എപ്പിസോഡിൻ്റെ പ്രശ്നമല്ല, ഡ്യൂറേഷൻ ഏകദേശം 47 മിനിറ്റ്, 50 മിനിറ്റ്, 35 മിനിറ്റ് അങ്ങനെയൊക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ചില എപ്പിസോഡൊക്കെ വരുമ്പോൾ വൻ മടുപ്പായിട്ടാണ് കണ്ടപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത്. ഇതിൻ്റെ മാത്രം അഭിപ്രായമാണ്. എന്തായാലും സോണി ലൈവിൽ ത്രില്ലർ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു കുറ്റാന്വേഷണ ചിത്രങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും അത്യാവശ്യം മോശമില്ലാത്ത അനുഭവം തെളിഞ്ഞ ചിത്രം തന്നെയായിരിക്കും ബൃന്ദ എന്ന് പറയുന്ന സീരീസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തെലുങ്കിൽ കൂടാതെ നമുക്ക് മൾട്ടി ലാംഗ്വേജിൽ കാണാൻ ലഭ്യം തന്നെയാണ്. അപ്പോൾ സോണി ലൈവിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ബൃന്ദ കണ്ടിട്ടുള്ള വ്യക്തിയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായമൊക്കെ. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ പോലത്തെ നമ്മുടെ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് കാര്യം പരിഗണിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് കാത്തിരിക്കുക. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.